സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 46:11. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 46-ാം സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ രചനയാൽ ഉണ്ടായ ഒരു ധ്യാന ഗീതമാണ്. ഇവിടെ ഈ 46-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന തിരുവചനത്തിൽ കോരഹ് പുത്രന്മാരുടെ പ്രത്യാശയാണ് നാം കാണുന്നത്. ആ പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മർത്യരായ എനിക്കും നിങ്ങൾക്കും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഇത് ഒരു സത്യമാണ്, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ നമുക്ക് കഴിയില്ല. ജീവിതയാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജീവിത വഴിയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ നമ്മെ നശിപ്പിക്കുവാൻ ഇടയാകും. ഇന്ന് അപ്രകാരമുള്ള വാർത്തകളാണ് നാം വിവിധ മാധ്യമങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും. നിസ്സാര കാരണങ്ങൾക്ക് പോലും ജീവിതം നശിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ സത്യത്തിൽ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതെ പോകുന്നതല്ലേ യഥാർത്ഥ കാരണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം ആര് ഉൾക്കൊള്ളുന്നുവോ, അംഗീകരിക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ, അവരോടൊപ്പം എല്ലായ്പ്പോഴും ദൈവമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അവർക്ക് ശക്തിയും സഹായവും നൽകുകയും ചെയ്യും. ഒടുവിലായി ഈ തിരുവചനം പറയുന്നത്, ഈ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നാണ്. ഈ ദുർഗം ഒരു സംരക്ഷണ കവചമാണ്. മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമുണ്ടെങ്കിൽ നാം ഭയപ്പെടുന്നത് എന്തിനാണെന്നാണ് കോരഹ് പുത്രന്മാർ ചോദിക്കുന്നത്. ഈ കോരഹ് പുത്രന്മാരുടെ ചരിത്രം വളരെ വിചിത്രമാണ്. ഈ കോരഹിനെ ദൈവം ന്യായം വിധിച്ചു എന്നാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. പാപത്തിൻ്റെ അനന്തരഫലമായി ദൈവം കോരഹിനെയും കൂടെയുള്ള ചിലരെയും ന്യായം വിധിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി കോരഹിനെയും കൂട്ടരെയും ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്. അങ്ങനെ നശിച്ചുപോയ കോരഹിൻ്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ പാതയിൽ നിന്ന് വിട്ടുമാറി അവർ ദൈവഭയത്തോടും ദൈവഭക്തിയോടും ദൈവസ്നേഹത്തോടും ദൈവവചനപ്രകാരവും ജീവിക്കുവാൻ
തങ്ങളെ തന്നെ സമർപ്പിച്ചു. അതിൻ്റെ ഫലമായി അവർ ദൈവാലയത്തിലെ ഗായക സംഘത്തിൽ അവർ ഉൾപ്പെടുവാനിടയായി. സാധാരണയായി ദുഷ്ടനിൽ നിന്ന് ദുഷ്ടനാണ് ജനിക്കുന്നതെന്ന് ഒരു ചൊല്ലുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി ഇവിടെ ദുഷ്ടനായ കോരഹിൽ നിന്ന് ഒരു നീതിമാൻ ജനിക്കുകയാണ്, കോരഹപുത്രൻ. ആ കോരഹപുത്രൻ ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം ക്ഷമിക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതെ, ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടുവാൻ ഇന്ന് വചനം ശ്രമിക്കുന്ന എല്ലാ പേരോടും ദൈവം കൂടെയുണ്ട്. ആമേൻ.